നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു പ്രവാസിയാണോ? അതോ നിങ്ങളുടെ വീട്ടിൽ നിന്നോ പരിചയത്തിലോ വിദേശത്ത് ജോലി ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്കറിയാമോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രത്യേകിച്ചും പ്രവാസികൾ ഈ വീഡിയോ ശ്രദ്ധിക്കണം. നാട്ടിലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെറും 50,000 രൂപയേ ഉള്ളൂ എന്നിരിക്കട്ടെ. എങ്കിലും നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെ ഫൈൻ വരാനുള്ള ഒരു വഴി തെളിയുകയാണ്. ഇത് വെറും ഒരു ഭീഷണിയല്ല, കൃത്യമായ ഒരു നിയമമാണ്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാനായി ഈ വീഡിയോ മുഴുവനായും കാണുക. നാട്ടിൽ നിന്നും പ്രവാസത്തിലേക്ക് പോയ ഒരാൾക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. അദ്ദേഹം വിദേശത്ത് ജോലി കിട്ടി പോകുമ്പോൾ നാട്ടിലെ SB അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ 50,000 രൂപ തികച്ചുണ്ടായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 1,50,000 രൂപയുടെ ഫൈൻ നോട്ടീസാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അയാൾ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മ അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ബാധ്യതയുണ്ടാക്കി, നഷ്ടമാക്കി. അപ്പോൾ അയാൾ ചെയ്തത് എന്താണ്? തൻ്റെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ NRO അക്കൗണ്ടാക്കി മാറ്റുകയോ ചെയ്തില്ല. ഇതാണ് അദ്ദേഹം ചെയ്ത അബദ്ധം. ഇവിടെയാണ് ഫെമ നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്നതാണ് ഫെമയുടെ പൂർണ്ണ രൂപം. ഈ നിയമപ്രകാരം ഒരു വ്യക്തി വിദേശത്തേക്ക് ജോലി ആവശ്യത്തിനായോ ബിസിനസ് ആവശ്യത്തിനായോ പോയി കഴിഞ്ഞാൽ, അതായത് NRI സ്റ്റാറ്റസ് കിട്ടിയാൽ, നാട്ടിൽ സാധാരണ സേവിങ്സ് അക്കൗണ്ട് നിലനിർത്തുന്നത് നിയമവിരുദ്ധമാണ്. ഫെമ സെക്ഷൻ 13 പ്രകാരം ഇതിന് കടുത്ത ശിക്ഷയുണ്ട്, പിഴയുമുണ്ട്. എത്രയാണ് പിഴയെന്നറിയാമോ? അക്കൗണ്ടിലുള്ള തുകയുടെ 3 ഇരട്ടി അഥവാ 300% വരെ പിഴ ഈടാക്കാൻ കഴിയും. തുക കൃത്യമായി കണക്കാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ഫൈൻ വരാൻ ഇടയുണ്ട്. ഇതുകൂടാതെ നിയമലംഘനം നടത്തുന്ന ഓരോ ദിവസവും 5,000 രൂപ വീതം അധിക പിഴയും ചുമത്താൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? നിങ്ങൾ പ്രവാസിയായി കഴിഞ്ഞാൽ 2 തരം അക്കൗണ്ടുകളാണ് നാട്ടിൽ നിങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടത്. ഒന്ന് NRO, നോൺ റെസിഡന്റ് ഓർഡിനറി. ഇതെന്തിനാണെന്നോ, നാട്ടിലെ വരുമാനം, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വാടക ലഭിക്കാനുണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, അല്ലെങ്കിൽ പെൻഷൻ ഉണ്ട്, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ ഈ അക്കൗണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിലെ പലിശയ്ക്ക് 30% നികുതി ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കരുത്. വർഷത്തിൽ $1 മില്യൺ വരെ മാത്രമേ ഇതിൽ നിന്നും വിദേശത്തേക്ക് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയൂ. അടുത്ത അക്കൗണ്ടാണ് NRE, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ. വിദേശത്തെ സമ്പാദ്യം നാട്ടിലേക്ക് അയക്കാൻ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലെ പലിശയ്ക്ക് നികുതിയില്ല കേട്ടോ. ഇതിലെ പണം എപ്പോൾ വേണമെങ്കിലും പരിധികളില്ലാതെ തിരിച്ചു വിദേശത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനും കഴിയും. ഇനി അക്കൗണ്ട് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. നിങ്ങൾ വിദേശത്ത് പോയി 90 ദിവസത്തിനുള്ളിൽ ബാങ്കിനെ വിവരം അറിയിച്ച് അക്കൗണ്ട് മാറ്റണമെന്നാണ് വ്യവസ്ഥ. ബാങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാം. പാസ്പോർട്ടിന്റെ കോപ്പി, വിസ, വിദേശത്തെ വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ നിങ്ങൾ സമർപ്പിക്കണമെന്ന് മാത്രം. മിക്ക ബാങ്കുകളും ഇപ്പോൾ വീഡിയോ KYC വഴി വിദേശത്തിരുന്ന് തന്നെ ഇത് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇനി നിങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയെന്നിരിക്കട്ടെ, അത് പരിഹരിക്കാൻ കോമ്പൗണ്ടിംഗ് എന്നൊരു സംവിധാനമുണ്ട്. RBIയുടെ പ്രവാഹ് പോർട്ടൽ വഴി അപേക്ഷ നൽകി കുറഞ്ഞ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും. ചെറിയൊരു അശ്രദ്ധ പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ NRI സ്റ്റാറ്റസിലേക്ക് മാറ്റി എന്ന് ഉറപ്പുവരുത്തുക. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.